എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൽ അതിൻ്റെ തുടക്ക ഭാഗത്ത് പൗലോസ് പ്രധാനപ്പെട്ട 2 സന്ദേശങ്ങൾ കൈമാറുകയാണ്. ഒന്ന്, സഹോദര പ്രീതി എന്നുള്ളത്. രക്ഷിക്കപ്പെട്ട വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കളോടുള്ള നമ്മുടെ സ്നേഹത്തെക്കുറിച്ച് പൗലോസ് പ്രതിപാദ്യം ചെയ്യുകയാണ്. ഒരു പുഞ്ചിരി കൊണ്ട് ഒരപ്പൻ്റെ മക്കളെന്ന പോലെ, ഒരു ഉദരത്തിൽ പിറന്ന മക്കളെന്ന പോലെയുള്ള ദൈവസ്നേഹത്തെ പൗലോസ് പരിചയപ്പെടുത്തുന്നു. 2, അതിഥി സൽക്കാരമാണ്. ഇവിടെ പൗലോസ് പറയുന്നു, അതിഥി സൽക്കാരം മറക്കരുത്. ഈ നമ്മുടെ ഭവനത്തിൽ വരുന്ന ആളുകളെ സൽക്കരിക്കുന്നതിനെക്കുറിച്ച് പൗലോസ് പറയുകയാണ്. അവർ കടന്നു വരുന്നവർ, അവർക്ക് തോന്നണം ഞാൻ ഈ വീട്ടിൽ സ്പെഷ്യലായിട്ടുള്ള വ്യക്തിയാണ് എന്ന് തോന്നത്തക്ക രീതിയിൽ അതിഥി സൽക്കാരത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടണം. നമ്മുടെ ആശയത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളല്ലെങ്കിലും നമ്മുടെ ഭവനത്തിൽ കടന്നു വന്നാൽ അവരെ സൽക്കരിക്കുന്ന ആ സൽക്കാരം കൊണ്ട് അവർക്ക് ഞാൻ അവർക്കൊരു സ്പെഷ്യലാണെന്ന് തോന്നത്തക്ക രീതിയിൽ അതിഥി സൽക്കാരം വെളിപ്പെടുത്തണം. അത് കുട്ടികളെ പഠിപ്പിക്കണം. നമ്മുടെ തലമുറകളെ അതിഥി സൽക്കാരം പഠിപ്പിക്കണം. അബ്രഹാമിൻ്റെ അടുക്കൽ 3 പുരുഷന്മാർ കടന്നു വരികയാണ്. ആ 3 പുരുഷന്മാർ അബ്രഹാമിൻ്റെ അടുക്കൽ കടന്നു വന്നപ്പോൾ, അവരെ കണ്ടപ്പോൾ അബ്രഹാം കൂടാരത്തിൽ നിന്ന് അവരെ എഴുന്നേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. അവിടെ ആ ഭാഗത്ത് ഉള്ളത്, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ എന്ന് അബ്രഹാം പറയുകയാണ്. അവർ ബഹുമാനിക്കപ്പെടേണ്ടവരാണെന്ന് അബ്രഹാമിന് മനസ്സിലായി. അവസാനം വെള്ളം കൊണ്ടുവന്ന് അവരുടെ കാലുകളെ കഴുകി, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നത് എനിക്ക് ഹൃദയം നിറയെ സന്തോഷമാണെന്ന് ബോധ്യപ്പെടുത്തത്തക്ക രീതിയിൽ അവരുടെ ഹൃദയം നിറഞ്ഞ് സൽക്കരിച്ചവരെ വിടുകയാണ്. ഭക്ഷണമൊക്കെ കൊടുത്ത് ഇറങ്ങുമ്പോൾ ഒരനുഗ്രഹം, 1 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിൻ്റെ അടുക്കൽ മടങ്ങി വരും, അപ്പോൾ നിൻ്റെ സാറായിക്ക് ഒരു മകനുണ്ടാവും. അപ്പം ഈ മറ്റുള്ളവരെ സൽക്കരിച്ചതും ഭക്ഷണം പാകം ചെയ്തതും സൽക്കരിച്ചതും ഒന്നും വെറുതെയാകില്ല. അതിൻ്റെ അനുഗ്രഹം നമുക്ക് നമ്മുടെ തലമുറകൾക്ക് ലഭിക്കും. ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ ധ്യാനിച്ച് വരുമ്പോൾ സാറ അകത്ത് നിന്ന് ചിരിച്ചു എന്നാണ് ആ ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. സാറ ചിന്തിക്കുകയാണ്, ഈ വയസ്സാം കാലത്ത്, ഈ പ്രായമായ സമയത്ത് എനിക്ക് തലമുറയുണ്ടാകുമോ? സാറ അകത്തു ചെന്ന് ചിരിച്ചു. ചിരിക്കേണ്ട സാഹചര്യം എനിക്ക് വരുമോ? അപ്പോൾ അവിടെ അവർ ചോദിക്കുകയാണ്, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഒന്നുകൂടി ഉറപ്പിച്ചു പറയുകയാണ്, അടുത്ത ആണ്ടിൽ ഞങ്ങൾ വരുമ്പോൾ നിനക്ക് മക്കളുണ്ടാകും. നാം സൽക്കരിച്ചത്, നാം ഭക്ഷണം കൊടുത്തത്, നാം സഭയായും വ്യക്തിപരമായും ചെയ്തതൊന്നും വെറുതെ തള്ളിക്കളയുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. 1000 പേർക്ക് ഭക്ഷണം കൊടുത്താലും സാറയ്ക്ക് നേടിയെടുക്കാൻ കഴിയാത്തത് ഒറ്റ അതിഥി സൽക്കാരത്തിലൂടെ ദൈവാത്മാവ് കൈമാറുകയാണ്. അതിഥി സൽക്കാരം മറക്കരുത്. സഹോദരപ്രീതിയിൽ സ്ഥായി പൂർണ്ണവരായി മുന്നോട്ട് പോകണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.